and Yisrael. Today we are going to Walmart, I think, to get to buy our YouTube channels. YouTube channel buy ചെയ്യാൻ school supplies. ഓക്കെ അമ്മ പറയാം. കൊച്ചു ടെൻഷനായി. നിന്നോ അമ്മ പറയാം. സ്പെഷ്യൽ ഡേ ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഇന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ സപ്ലൈ ലിസ്റ്റ് മേടിക്കാൻ നമ്മൾ സ്റ്റേപ്പിൾസിലേക്ക് പോവുകയാണ്. ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ വാൾമാർട്ടും കൂടെ പോവും. അപ്പോൾ എന്തായാലും രണ്ട് പേരുടെയും സ്കൂൾ സപ്ലൈ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സ്കൂളിലെ സൈറ്റിൽ നിന്ന് തന്നെ എടുത്താണ് കേട്ടോ. റോണ് പോകുന്നത് എങ്ങോട്ടാ? റോണു എത്രാം ക്ലാസ്സിലേക്കാണ്? റോണു ഗ്രേഡ് 4. ഐറൂട്ടിയോ ഗ്രേഡ് 1. അപ്പം റോങ്കുട്ടൻ്റെ ഗ്രേഡ് 4ഉം ഐറൂട്ടിയുടെ ഗ്രേഡ് 1നും വേണ്ടിയിട്ടുള്ള സ്കൂൾ സപ്ലൈസ് എന്തൊക്കെയാണ് വേണ്ടത്, അതിനൊക്കെ എത്ര രൂപയായി, എല്ലാം കൂടി മേടിക്കുമ്പോഴത്തേക്കും എൻ്റെ പോക്കറ്റ് കാലിയാകും എന്നെനിക്ക് ഉറപ്പാണ്. എന്തായാലും നമുക്ക് പോവാം. സ്റ്റേപ്പിൾസ് ആണ് ആദ്യം നമ്മുടെ ലക്ഷ്യം. അവിടെ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ മാത്രം നമ്മൾ വാൾമാർട്ടിൽ പോയി മേടിക്കും. കാരണം സ്റ്റേപ്പിൾസിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട്, നിരത്തി. വാൾമാർട്ടിൽ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ കുറേ അധികം നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സ്റ്റേപ്പിൾസിലേക്ക് പോയിട്ട് വാൾമാർട്ടിലേക്ക് പോവാമെന്ന്, അല്ലേ? അപ്പോൾ നമുക്ക് പോയാലോ? Are you guys excited to go to grade 4 and grade 1? Yes! Yeah, kind of. ഞാനൊക്കെ പണ്ട് നാട്ടിൽ വെച്ച് പറയണം, അയ്യോ സ്കൂള് തുറക്കല്ലേ, അവധി തീരല്ലേ എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു അവധി തീരണേൻ്റെ ആഴ്ച. പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോയാൽ മതി. കാരണം വീട്ടിലിരുന്ന് അവർ ബോറടിച്ച് ചത്ത്. അവർക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോവുക, എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിനെ കാണുക, ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ പുതിയ ബാഗ് കാണിക്കുക, അങ്ങനത്തെ പരിപാടികൾ. അപ്പം നമുക്ക് ഇന്നെല്ലാം പോയിട്ട് മേടിക്കണം. ബാഗ് മേടിക്കണം, സാധനങ്ങൾ മേടിക്കണം, ഷൂസ് മേടിക്കണം, ഇൻഡോർ ഷൂസ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം. സ്കൂളിലേക്ക് പിന്നെ നമ്മുടെ വീട്ടിലല്ല, സ്കൂളിലേക്കുള്ള ഇൻഡോർ ഷൂസ്. വാട്ടർ ബോട്ടിൽ ഇവളുടെ പൊട്ടിപ്പോയി. നിന്റെ ആണെങ്കിലും ഇച്ചിരി സ്ക്രാച്ചസ് വീണിട്ടുണ്ടല്ലോ മറ്റേ ഇതില്. അത് നമുക്ക് വേറെ മേടിക്കാം. ഓക്കെ, എനിവേസ് ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഐറു അമ്മേനെ ഹെൽപ്പ് ചെയ്യോ എല്ലാം ചൂസ് ചെയ്യാനും മേടിക്കാനും ഒക്കെ? ഐറും റോണോ? അമ്മ വെറുതെ നിന്ന് ഓർഡർ തരും, ഇന്ന സാധനങ്ങൾ ഇത്ര നമ്പർ മേടിക്കണം. നിങ്ങൾ മേടിക്കാൻ റെഡിയാണോ? ആണോ? എന്നാ പോയാലോ? കയറി വരുമ്പോൾ തന്നെ അതാ സ്കൂൾ ബാഗ്സും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. എന്താണെന്ന് അറിയാൻ പാടില്ല. പിള്ളേരെ ഞാൻ ബില്ലെടുക്കാൻ പറഞ്ഞു വിട്ടു കേട്ടോ. 2 പേർക്കും ഓരോ കൊട്ട എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ വഴക്കുണ്ടാക്കാതെ അവരവരുടെ സാധനങ്ങൾ അവരോരിട്ടോളും. വാ, അടിപൊളിയല്ലേ? ഇനി ലെറ്റ്സ് ഗെറ്റ് റെഡി. ഫസ്റ്റ് വേണ്ടത് ഡിയോ ടാങ്ക്സ് ആണ്. ഐറൂട്ടിക്ക് 5 ഡിയോ ടാങ്ക്സ് വേണം. അപ്പോൾ എടുത്തോ, ബ്ലൂ എടുത്തോ ഐറു. ബ്ലൂ യെല്ലോ. പിന്നെ വേണ്ടത് ഗ്രീൻ. ഇതേ ഫ്രണ്ടിൽ ഇരിക്കണം പൊന്നോ. ഗ്രീൻ, പിന്നെ ഓറഞ്ച് അതിന്റെ അപ്പുറം ഇരിക്കണം. ഇനി എവറി ടൈപ്പ് ഇല്ല, അത്രേ ഉള്ളൂ. റെഡ് നമുക്ക് വാൾമാർട്ടിൽ പോയി നോക്കാം, ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് വൈറ്റ് വേണ്ട. റെഡ്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാം എടുത്തില്ലേ? ആരും ബ്ലാങ്ക് എക്സസൈസ് ബുക്ക് ബാഗ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. അത് കിട്ടി. ഇതോടുകൂടി ഐറൂട്ടിയുടെ എല്ലാം കഴിഞ്ഞേ. അങ്ങനെ ഐറൂട്ടിയുടെ ഷോപ്പിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ റോങ്കുട്ടൻ്റെ പേപ്പർ എടുത്തേക്ക് വേണം കേട്ടോ. റോങ്കുട്ടൻ എക്സൈറ്റഡ് ആയി. റോങ്കുട്ടൻ ഇപ്പോഴാണ് ഹാപ്പി ആയത്. നമുക്ക് കുറേ സാധനങ്ങൾ റോങ്കുട്ടനെ മേടിക്കാനുണ്ട്, ഗ്രേഡ് 4 ആയതുകൊണ്ട് തന്നെ, അല്ലേ റോണു? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡിയോ ടാങ്ക്സ്. കമാൻ. റോണുവിന് കളറൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 9 ഡിയോ ടാങ്ക്സ് എടുത്താൽ മതി. 12 വേണം, പക്ഷെ 3 ഓൾറെഡി ഉള്ളത് കൊണ്ട് 9 കൗണ്ട് ചെയ്ത് എടുത്താൽ കേട്ടോ റോണുട്ടാ. 4. It's okay. 9. 9 ആയിന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കൗണ്ട് ചെയ്ത് തരും. ഒരു വലിയ ബാഗ് നിറച്ച സാധനങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങി. അടിപൊളി, നല്ല ഹെവി വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങളിതാ വാൾമാർട്ടിലേക്ക് എത്തി. ബാക്കിയുള്ള സാധനങ്ങളും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേർ വന്ന വഴി ബാക്ക് പാക്ക് ചൂസ് ചെയ്തു കേട്ടോ. കുഞ്ഞാപ്പി ചൂസ് ചെയ്തതാ ഇതാണ്. കുറേ കിറ്റീസൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഉള്ള ഒരു ബാക്ക് പാക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. റോങ്കുട്ടൻ പോക്കിമോൻ്റെ ബാഗ് ചൂസ് ചെയ്തിട്ടുണ്ട്. അവൻ പോക്കിമോൻ്റെ പെൻസിൽ കേസും ചൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. മൈൻക്രാഫ്റ്റും പോക്കിമോനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവരത് ചൂസ് ചെയ്തു.
ഇനിയും ഉണ്ട് കുറച്ച് ഐറ്റംസും കൂടി. Can I sit on the floor? No, sit over here. Okay, this is not really. അയറൂട്ടി അങ്ങനെ ഫൈനലി സ്കൂളിലേക്കുള്ള ഇൻഡോർ ഷൂസ് ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. പാകാവോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കുവാണ് കേട്ടോ. അവളത് ഇട്ട് നോക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഡാൻസിന് കളിക്കാൻ ഒരു വൈറ്റ് ഷൂസ് വേണമെന്ന് അവർ പറയണ്ടായി. അപ്പോൾ അതൊന്ന് നോക്കട്ടെ ഞാൻ. ഇതൊക്കെ ആയിരിക്കും. ഇറ്റ്സ് ടു വൈറ്റ്. I don't like it. ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. റോയിച്ചും ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റോയിച്ചും ജോലി നേരത്തെ കഴിഞ്ഞു. അപ്പം നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ കഴിയും. She doesn't know how to take the video phone. സാരമില്ല, അവള് പഠിക്കട്ടെ. ഇങ്ങനെയൊക്കെയാ കൊച്ചു പഠിക്കണേ. എല്ലാവരും താഴെട്ട് പൊട്ടിക്കരുതെന്ന് മാത്രമേ I'm gonna say hello, guys. Hello, guys. Guys, they're gonna put the stroller back. ഞങ്ങളിതാ ഫൈനലി വീട് ഇപ്പം ജസ്റ്റ് എത്തിയപ്പോൾ തന്നെ ദാ റോയിച്ചിനും എത്തിയിട്ടോ. അപ്പോൾ ദാ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് കയറ്റി വെക്കാൻ ഒരാളായി. പണിക്കാരൻ വന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ പറയുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ റോയിച്ചൻ വന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു വെക്കാൻ ആളായെന്ന്. പണിക്കാരൻ വന്നെന്ന് ഞങ്ങളുടെ. ആണോ, എന്നാ ഞാൻ എടുക്കാം. ഇല്ല, ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല, ഇച്ചിരി ഉള്ളൂ. ഞാൻ അത് മിൽക്കാ, 2 മിൽക്ക് ഉണ്ട് അതിനകത്ത്. അന്നേരം അത് അങ്ങനെ എടുക്കല്ലേ, ചിലപ്പോ അതിന്റെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബാഗ് എല്ലാം മേടിച്ചു. എന്റെ പൊന്നു, My small bag is left in there, and unicorn one. Unicorn. Yes. ആരുവിന്റെ ഫേവറേറ്റ് ബാഗാണ് കേട്ടത്. Thanks. Can I put it in here for now? ദാ നമ്മൾ മേടിച്ച എല്ലാ സാധനങ്ങളും പിള്ളേരുടെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തൊരു ദിവസം ഇതെല്ലാം പൊട്ടിച്ച് പിള്ളേരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ 2 പേരുടെയും ബാക്ക് പാക്കിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിള്ളേർ TV കാണാൻ പോയി, അതുകൊണ്ടാണ് കേട്ടോ പിള്ളേരില്ലാത്ത. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.